ഇതിനിടെ ലീഗിന്റെ അടിയന്തര നേതൃയോഗം പാണക്കാട് ചേരുകയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെ യോഗത്തിൽ ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്നുമുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ ചേരുന്നു. ഗോകുൽ, അതുതന്നെയാണ് വിളിച്ചിപ്പോൾ നേരത്തെ മാത്യു കുഴൽനാടൻ ഇപ്പോൾ കോൺഗ്രസിന്റെ മന്ത്രി ആര് വേണം, മുഖ്യമന്ത്രി ആര് വേണമെന്ന് വി മുരളീധരൻ അല്ലെങ്കിൽ BJP നേതാക്കൾ പലരും തിട്ടൂരമിറക്കുന്ന സാഹചര്യമുണ്ട്. വെള്ളാപ്പള്ളി പറയുന്ന സാഹചര്യമുണ്ട്. അവരോടൊന്നും ഒരു വാക്കുപോലും മിണ്ടാതെ ലീഗിന്റെ നേർക്ക് ചാടിക്കടിക്കുന്ന മാത്യു കുഴൽനാടന്റെ പ്രതികരണം നേർക്ക് കണ്ടു. അതിനുശേഷം MM ഹസൻ ഇന്നലെ ഘടകകക്ഷിക്കുന്നു, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന രീതിയിലുള്ള പ്രതികരണം കണ്ടു. ഇന്ദിരാഭവനിലേക്ക് അവരൊക്കെ വിളിച്ചു വരുത്തി വിവരം ആരാഞ്ഞിട്ട് അത്തരത്തിൽ ചോദിക്കുന്നത് ഘടകകക്ഷികളോട് അധിക്ഷേപമാണെന്ന് NK പ്രേമചന്ദ്രൻ അടക്കം തോന്നിയതിൽ അവരെ കുറ്റം പറയാനും കഴിയില്ല. ഗോകുൽ, ഇപ്പോൾ നടക്കുന്ന യോഗം എന്ത് യോഗമാണ്? അവിടെ നടക്കുന്ന ചർച്ച എന്താണ്? മന്ത്രിമാരടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ ലീഗിനുണ്ടോ? ആദ്യം മുഖ്യമന്ത്രി ഉണ്ടാവണം എന്നാലും. അഷ്മി, പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഈ യോഗത്തിൽ, പാണക്കാട് വെച്ച് ചേരുന്ന ഈ യോഗത്തിൽ തീരുമാനം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ നീണ്ടുപോകുന്നതിന്റെ അതൃപ്തിയാണ്. അത് പരസ്യമായി തന്നെ പല നേതാക്കളും പ്രകടിപ്പിക്കുന്നു. അണികൾ തെരുവിൽ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ തീരുമാനം എന്തു തന്നെ ആയാലും അതിലെന്തു നിലപാട് സ്വീകരിക്കണം അതിനുശേഷം എന്നതിനെ സംബന്ധിച്ച കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ MM ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഹൈക്കമാൻഡ് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ബന്ധപ്പെടുകയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ അഭിപ്രായം തേടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. VD സതീശൻ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ്, VD സതീശൻ അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നൊരു നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മുസ്ലിം ലീഗിന് അത്തരത്തിൽ തന്നെയാണ് താല്പര്യമുള്ളതും. പരസ്യമായി അവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നതിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഒരു അഭിപ്രായം പറയില്ല. അത്തരമൊരു പാരമ്പര്യം മുസ്ലിം ലീഗിനില്ല എന്ന് പറയുമെങ്കിൽ കൂടിയും ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച ആൾ എന്നുള്ള രീതിയിൽ VD സതീശനാണ് അതിന് അർഹത എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് തർക്കമില്ല, എതിരഭിപ്രായമില്ല. ആ അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി മറ്റൊരു അഭിപ്രായം വരികയാണെങ്കിൽ, മറ്റൊരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വരികയാണെങ്കിൽ അതിന് ഏത് രീതിയിലാണ്, അതിനെ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു ചർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പൊതുവായിട്ടുള്ള ഒരു പരസ്യ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല, ഇന്ന് റിസൾട്ട് വന്നിട്ട് 10ാം ദിവസമാണ്. 4ാം തീയതി റിസൾട്ട് വരുന്നു. 13ാം തീയതി ആകുമ്പോൾ 10 ദിവസം പൂർത്തിയാവുകയാണ്. 10 ദിവസം പൂർത്തിയാകുമ്പോൾ പോലും വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം നേടിയിട്ട്, മുൻപൊന്നും ഇല്ലാത്തൊരു വിജയം നേടിയിട്ട്, അപ്രമാദിത്വത്തോടുകൂടി വിജയം നേടിയിട്ട് അതിനെ ആഘോഷിക്കാൻ പറ്റാത്തതിലൊരു സാഹചര്യം, അതിൽ അതൃപ്തി അണികൾക്കുണ്ട് എന്ന് ഇന്നലെ മുനവർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായ ഒരു വിജയമാണ് നേടാൻ പറ്റിയത്. പക്ഷേ ആ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് ആ ആഘോഷം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അണികൾ ആഘോഷിക്കേണ്ട ഒരു സമയമാണ്, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു. അത് ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ പരസ്യമായ മറ്റു മുതിർന്ന നേതാക്കൾ പൊട്ടിത്തെറിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇടയാവാനുള്ള സാധ്യതയുണ്ട്. അതിനെങ്ങനെ നേരിടണം എന്നുള്ളതാണ്. മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി മറ്റൊരു അഭിപ്രായം അല്ലെങ്കിൽ മറ്റൊരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ UDFന്റെ കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകർ തെരുവിലിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഏത് രീതിയിൽ നേരിടണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിമാരെ സംബന്ധിച്ച കാര്യത്തിലും ഒരു തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. 5 മന്ത്രിമാരെ തന്നെ മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ 20 MLA-മാരുണ്ടായ സമയത്ത് 5 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ 22 ഉണ്ട്. അപ്പോൾ തീർച്ചയായും 5-ൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. ആ രീതിയിലുള്ള ചർച്ച തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ടേക്ക് പോകുന്നത്. അത് അടുത്ത ഘട്ടമാണ്. അത് ഇനി മന്ത്രിമാരെ തെരഞ്ഞെടുക്കൽ 20 മന്ത്രി ആണ് കോൺഗ്രസിൻ്റെതെങ്കിൽ അതിന് 10-40ഓളം പേരെങ്കിലും അർഹരായിട്ടുള്ളവരുണ്ട്. അതിന്റെ ഈ ഗ്രൂപ്പ് ബാക്കി കാര്യങ്ങളും സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ അടി കഴിഞ്ഞിട്ട് വേണം ഇനി മന്ത്രിമാർക്ക് വേണ്ടിയുള്ള അടി തുടങ്ങാൻ. ലീഗിൽ പക്ഷേ ലീഗിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അവർക്കിടയിലും ഈ സീറ്റ് 5-ൽ കുറവ് സീറ്റിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെയും ചില കലുഷ സാഹചര്യം ഉണ്ടാവാനിടയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ആദ്യ മന്ത്രിസഭാ യോഗം വിളിക്കാൻ. അതൊക്കെ വേണം പ്രോടൈം സ്പീക്കറെ നിയമിക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ പറഞ്ഞ MLA-മാരുടെ സത്യപ്രതിജ്ഞ ഒക്കെ നടക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.